എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ വിഷയം ശനിയുടെ വക്രഗതിയെക്കുറിച്ചാണ്. ശനിയുടെ വക്രഗതിയെക്കുറിച്ച് പറയുമ്പോൾ ഈ പ്രാവശ്യത്തെ വക്രഗതിയുടെ പ്രത്യേകത ശനി രാശി മാറുന്നില്ല, സ്വയം ഉള്ളിലേക്ക് തന്നെ ശനി അതിൻ്റെ പ്രഭാവലയത്തെ ഉൾക്കൊള്ളുകയാണ്. ശനി ദോഷം പ്രധാനമായിട്ടും 7 രാശിക്കാർക്ക് എപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കും. അതായത് 7ര ശനിയായിട്ട്, കണ്ടക ശനിയായിട്ട്, അഷ്ടമ ശനിയായിട്ട് എന്നിങ്ങനെ 7 രാശിക്കാർ എപ്പോഴും ശനിദോഷത്തിൻ്റെ പിടിയിലായിരിക്കും. 2026 ജൂലൈ 27 വെളുപ്പിന് 5:59 ശനി മീനൻ രാശിയിൽ നിൽക്കുന്ന ശനി വക്രഗതിയിലേക്ക് പോവുകയാണ്. ശനിയുടെ വക്രഗതി ഏതെല്ലാം രാശിക്കാരാണോ ഇപ്പോൾ ശനിദോഷം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആ രാശിക്കാർക്കെല്ലാം ശനിദോഷത്തിൽ നിന്ന് മോചനം കിട്ടുകയും അവരനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് അറുതി വരികയും ചെയ്യും. ഇപ്രകാരം ജൂലൈ 27 മുതൽ ഡിസംബർ 11 വരെ 137 ദിവസത്തേക്കാണ് ശനി വക്രഗതി പ്രാപിക്കുന്നത്. ഈ വക്രഗതി പ്രാപിക്കുമ്പോൾ ഇപ്പോൾ ശനിദോഷം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന 7 രാശിക്കാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ ഈ 137 ദിവസം കൊണ്ട് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ശനിയെക്കുറിച്ച് പറയുമ്പോൾ ശനി നീതിദേവനാണ്. ഏഴരാണ്ട് ശനി, കണ്ടകശനി, അഷ്ടമശനി കാലങ്ങളിലെല്ലാം നമ്മൾ വളരെയധികം ദുരിതാനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരാറുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീതിദേവനായിട്ടുള്ള ശനിദേവൻ നമ്മുടെ കർമ്മഫലം കൂടി ഉൾക്കൊണ്ടിട്ടാണ് നമ്മുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഫലങ്ങൾ തരുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ ശനിദോഷം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരേപോലെ ദുരിതങ്ങൾ ഉണ്ടാകണമെന്നില്ല. കാരണം അവർ കുറേയധികം സൽക്കർമ്മങ്ങൾ, ധാർമ്മിക പ്രവൃത്തികളൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആ കാഠിന്യം കുറഞ്ഞിരിക്കും എന്നുള്ളതും അറിയുക. അപ്പോൾ നമുക്ക് ഏതെല്ലാം രാശിക്കാർക്കാണ് ശനിദോഷത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായിട്ട് 7ര ശനിക്കാലം അനുഭവിക്കുന്ന 3 രാശിക്കാരുണ്ട്. അതിലൊന്ന് കുംഭം, മീനം, മേടം എന്നീ രാശിക്കാരാണ് ഇപ്പോൾ 7രാണ്ട് ശനിയിലൂടെ കടന്നു പോകുന്നത്. അതിൽ കുംഭൻ രാശിക്കാരുടെ ഫലം നമുക്കൊന്ന് ആദ്യം പരിശോധിക്കാം. കുംഭൻ രാശിക്കാരെ സംബന്ധിച്ച് 6.5 വർഷത്തോളമായി ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രാശിക്കാരാണ്. കുംഭൻ രാശിയിൽ വരുന്നത് അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യം 3 പാദം എന്നീ നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധ ദുരിതങ്ങളിലൂടെയും ഇവർ കടന്നുപോയി. സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ, കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ദാമ്പത്യ പ്രശ്നങ്ങൾ, ബന്ധുജന വിരോധങ്ങൾ. ഈ ശനിദോഷമൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആദ്യം കൈവിടുന്നത് ബന്ധുക്കൾ തന്നെയായിരിക്കും. സുഹൃത്തുക്കൾ നമ്മളെ കൈവിടും. ആരും ആശ്രയമില്ലാത്തൊരവസ്ഥയുണ്ടാകും. അലച്ചിലുകളുണ്ടാകും, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും, ഒപ്പം അപകടങ്ങളുണ്ടാകും. ദാമ്പത്യ വിഷയത്തിൽ ഒരുപക്ഷെ വിവാഹമോചനത്തിലേക്ക് പോയവരുണ്ടാകും, അല്ലെങ്കിൽ വിവാഹമോചനത്തിൻ്റെ വക്കിൽ നിൽക്കുന്നവരുണ്ടാകും. വിവാഹം അന്വേഷിച്ചിട്ട് വിവാഹ കാര്യങ്ങളിലൊന്നും തീർപ്പാകാതെ നിൽക്കുന്നവരുണ്ടാകും, തടസ്സപ്പെട്ടു നിൽക്കുന്നവരുണ്ടാകും. ഇത്തരത്തിലുള്ള കുറേയധികം ദുരിതങ്ങൾ ഈ രാശിക്കാർ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഈ ദുരിതങ്ങൾ 6.5 വർഷം കൊണ്ട് അനുഭവിക്കുന്ന ഈ രാശിക്കാർക്ക് അതിൽ നിന്നെല്ലാം മോചനം കിട്ടുന്നൊരു സമയമാണ്. തീർച്ചയായിട്ടും കർമ്മസംബന്ധമായിട്ട് തൊഴിൽ നഷ്ടപ്പെട്ടവരുണ്ട്. തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് ഈ സമയത്ത് തീർച്ചയായിട്ടും ഒരു തൊഴിലിൽ പ്രവേശിക്കാനുള്ള സാഹചര്യം വന്നു ചേരുന്നതാണ്.
തൊഴിൽ അന്വേഷിച്ചിട്ട് കിട്ടാതിരിക്കുന്നവർക്ക്, ആദ്യമായിട്ട് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തടസ്സപ്പെട്ടുകൊണ്ടിരുന്നതെല്ലാം മാറി തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. തൊഴിലിലുള്ളവർക്ക് പ്രമോഷനും സാമ്പത്തിക നേട്ടങ്ങളും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. ദാമ്പത്യപരമായിട്ടുണ്ടായിരുന്ന പ്രയാസങ്ങളെല്ലാം മാറി നല്ല രീതിയിലുള്ളൊരു ജീവിതം നയിക്കാൻ കഴിയുന്ന സമയമാണ്. പുനർവിവാഹം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും. വിവാഹം അന്വേഷിക്കുന്നവർക്ക് വിവാഹമൊക്കെ നടക്കും. സാമ്പത്തികമായിട്ടുള്ള സ്ഥിതി മെച്ചപ്പെടും. പ്രതികൂല അവസ്ഥയിൽ നിന്നിരുന്ന ബന്ധുജനങ്ങളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂല അവസ്ഥയിലേക്ക് വന്നു ചേരും. എല്ലാം കൊണ്ടും വളരെയധികം ഗുണാനുഭവങ്ങൾ കുംഭൻ രാശിക്കാർക്ക് വന്നു ചേരാൻ പോവുകയാണ് ഈ 137 ദിവസം കൊണ്ട്. കുംഭൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. 7.5 ശനി മൂലം ദോഷാനുഭവങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു രാശിയാണ് മീനൻ രാശി. മീനൻ രാശിയിൽ വരുന്നത് പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 5.5 വർഷത്തിൻ്റെ അടുത്ത് 4-5 വർഷമായിട്ട് ഇവർ ദുരിതാനുഭവങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിൻ്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12-ൽ ശനി കഴിഞ്ഞു. ഇപ്പോൾ ജന്മശനിയിലൂടെയാണ് ഈ രാശിക്കാർ കടന്നു പോകുന്നത്. അപ്പോൾ 2.5, 3.5, 4 വർഷത്തോളമായിട്ട് കഠിനമായിട്ടുള്ള ദുരിതാനുഭവങ്ങൾ ഈ രാശിക്കാർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും ദുരിത കാലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളുണ്ട്. ആരോഗ്യപരമായിട്ട് ധാരാളം പ്രയാസങ്ങൾ ഈ രാശിക്കാർ നേരിടുന്നുണ്ട്. ധനനഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. കൂടെ നിന്നവർ വഞ്ചിക്കുന്ന അവസ്ഥകൾ നേരിടേണ്ടതായിട്ട് വരും. കുടുംബത്തിൽ കലഹമുണ്ടാകും. ദാമ്പത്യ കലഹം, ധനനഷ്ടം, തൊഴിൽ നഷ്ടം, തൊഴിലെല്ലാം നഷ്ടപ്പെട്ട് വളരെയധികം പ്രയാസങ്ങളൊക്കെ ഈ രാശിക്കാർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിനിറങ്ങിത്തിരിച്ചാലും തടസ്സങ്ങളൊക്കെ നേരിട്ടുകൊണ്ട് ഇരിക്കുന്ന ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഈ 137 ദിവസം കൊണ്ട് സംഭവിക്കാൻ പോകുന്നത്. അവർ അനുഭവിച്ചു കൊണ്ടിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മാറി മികച്ച ആരോഗ്യം നിലനിർത്താൻ കഴിയും. ചികിത്സ ഫലിക്കുന്നൊരു സമയമാണ്. ദാമ്പത്യപരമായിട്ട് അനുഭവിച്ചു കൊണ്ടിരുന്ന പ്രതിസന്ധികൾ പലതരത്തിലുണ്ടായിരുന്നു. ഡൈവോഴ്സിൻ്റെ വക്കിൽ വരെ എത്തി നിൽക്കുന്നവരൊക്കെ ഉണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് മാറി നല്ലൊരു ദാമ്പത്യ ജീവിതം നയിക്കാനും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകാനും പല വിധത്തിലൂടെ സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ്. ഈ രാശിക്കാരെ സംബന്ധിച്ച് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്, കലാരംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ വളരെയധികം പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ നിന്നെല്ലാം ഒരു മോചനം ഉണ്ടാകാനും സമാധാനവും സന്തോഷവും സൽകീർത്തിയും ഒക്കെ വന്നു ചേരുന്ന വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. ജൂലൈ 27 മുതൽ ഡിസംബർ 11 വരെയുള്ള 137 ദിവസക്കാലം മീനൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. 7.5 ശനി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അടുത്ത രാശി മേടൻ രാശിയാണ്. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 12-ൽ ശനി ആണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 1.5 വർഷത്തോളമായിട്ട് വളരെയധികം പ്രതിസന്ധികൾ ഈ രാശിക്കാർ നേരിടുന്നു. അതായത് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി, തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധി, ഒപ്പം കേസ്, വഴക്ക്, ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിയമ നടപടികളിലൂടെ കടന്നു പോവുക, പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വരിക, അല്ലെങ്കിൽ കേസ് വഴക്കുകൾ ഉണ്ടാകുക, ബന്ധുജന വിരോധങ്ങൾ, എല്ലാ ഭാഗത്തു നിന്നും തടസ്സങ്ങളും പ്രതിസന്ധികളും ഒക്കെ അപമാനവും അപകീർത്തിയുമെല്ലാം നേരിട്ടുകൊണ്ടിരിക്കുന്ന മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനിയുടെ വക്രഗതി വളരെയധികം ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നതായിരിക്കും. പ്രത്യേകിച്ച് തൊഴിൽ രംഗത്ത് നല്ല നേട്ടങ്ങൾ, ഏത് കർമ്മമേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും കർമ്മരംഗത്ത് വലിയ നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. ഒപ്പം തടസ്സപ്പെട്ട് കിടന്നിരുന്ന പ്രവർത്തനങ്ങളൊക്കെ, അതിപ്പോൾ വീട് പണിയാകാം,
അല്ലെങ്കിൽ വാഹന സംബന്ധമായ കാര്യങ്ങളാകാം, എന്തായിക്കൊള്ളട്ടെ, അതെല്ലാം പുനരാരംഭിക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരും. ഈ കഴിഞ്ഞ ഒരു 1.5 വർഷം കൊണ്ട് ഈ രാശിക്കാർ വളരെയധികം ധനവ്യയം, അതായത് ചെലവ് വളരെയധികം അധികരിച്ചിരുന്നു. 12ലാണ്, വ്യയത്തിൻ്റെ സ്ഥാനത്താണ് ശനി നിന്നിരുന്നത്. ആ ചെലവുകളെല്ലാം കുറഞ്ഞ്, ചെലവുകളെല്ലാം ക്രമീകരിച്ച് സാമ്പത്തികമായ അച്ചടക്കം പാലിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. പലതരത്തിലുള്ള അപമാനവും അപകീർത്തിയും ഒക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ രാശിക്കാർക്ക് അതെല്ലാം മാറി സമാധാനവും സന്തോഷവും വന്നു ചേരുന്നതാണ്. പുതിയ ധനമാർഗങ്ങൾ അല്ലെങ്കിൽ ജീവിത മാർഗങ്ങളൊക്കെ തെളിഞ്ഞു വരുന്ന ഒരു കാലയളവാണ്. വിവാഹ തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അതെല്ലാം മാറി വിവാഹം നടക്കാൻ സാധ്യതയുള്ള സമയമാണ്. വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്കും വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്കുമെല്ലാം ആഗ്രഹ സാഫല്യമുണ്ടാകും. ബന്ധുജനാനുകൂല്യം, വിരോധത്തോടെ വർദ്ധിച്ചിരുന്ന ബന്ധുക്കളൊക്കെ ഒരു അനുകൂല സ്ഥിതിയിലേക്ക് വരുന്ന ഒരു സമയവുമാണ്. മേടൻ രാശിക്കാർക്ക് ശനിയുടെ വക്രഗതി കൊണ്ട് വളരെയധികം ഗുണാനുഭവങ്ങൾ ഇത്തരത്തിൽ വന്ന് ഭവിക്കുന്നതാണ്. മേടൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. ഇനി 3 രാശിക്കാർ കണ്ടകശനിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കണ്ടകശനിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന 3 രാശിക്കാരിൽ ഒന്നാണ് മിഥുനൻ രാശി. മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ച് അവരുടെ രാശിയുടെ 10ാം ഭാവത്തിലാണ് ശനിയുടെ സ്ഥിതി. ഒരു 1.5 വർഷമായിട്ട് വളരെയധികം പ്രതിസന്ധികൾ, പ്രത്യേകിച്ച് 10 എന്ന് പറഞ്ഞാൽ കർമ്മസ്ഥാനമാണ്, തൊഴിലാണ്. എല്ലാ ആക്ടിവിറ്റീസും 10ാം ഭാവം അഥവാ കർമ്മഭാവം കൊണ്ടാണ് ചിന്തിക്കേണ്ടത്. തൊഴിൽപരമായിട്ടുള്ള ധാരാളം പ്രതിസന്ധികൾ ഈ രാശിക്കാർ നേരിട്ടുകൊണ്ടിരുന്നു. തൊഴിൽ നഷ്ടപ്പെട്ട സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്നിടത്ത് വേണ്ട രീതിയിലുള്ള അംഗീകാരം കിട്ടാതെ, സാമ്പത്തികമായ നേട്ടങ്ങൾ ലഭിക്കാതെയൊക്കെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഈ രാശിക്കാർ നേരിട്ടുകൊണ്ടിരുന്നു. റിസർച്ച് രംഗത്തൊക്കെ, PhD പോലുള്ള റിസർച്ച് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അതെല്ലാം വേണ്ട രീതിയിൽ പൂർത്തീകരിക്കാൻ കഴിയാതെ മേലധികാരികളുടെ ദുരനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വന്ന ഒരു കാലയളവായിരുന്നു. തൊഴിൽ എത്രയൊക്കെ അന്വേഷിച്ചിട്ടും വേണ്ട രീതിയിൽ തൃപ്തിയായ തൊഴിൽ കിട്ടാതിരിക്കുന്ന അവസ്ഥ, വിവാഹ കാര്യങ്ങളിൽ തടസ്സം, ഇതെല്ലാം നേരിട്ടുകൊണ്ടിരുന്ന ഒരു കാലയളവായിരുന്നു മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. മിഥുനൻ രാശിയിൽ വരുന്നത് മകയിരം നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, തിരുവാതിര, പുണർതം നക്ഷത്രത്തിൻ്റെ ആദ്യ 3 പാദം എന്നീ നക്ഷത്രങ്ങളാണ്. ഈ രാശിക്കാരെ സംബന്ധിച്ച് തൊഴിൽപരമായ തടസ്സങ്ങളൊക്കെ നീങ്ങി നല്ലൊരു തൊഴിലിൽ പ്രവേശിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ വിദേശത്തൊക്കെ പോകാൻ നിൽക്കുന്നവർക്ക് അത് സാധിച്ചു കിട്ടുന്നതാണ്. തൊഴിൽ നഷ്ടപ്പെട്ട് വിദേശ ജോലി ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ തൊഴിലിലൊക്കെ പ്രവേശിക്കാനുള്ള സാഹചര്യം വരും. കർമ്മ രംഗത്ത് ഉണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളുമൊക്കെ മാറി കർമ്മരംഗം പുഷ്ടിപ്പെടുന്നതാണ്. ഒന്നിൽ കൂടുതൽ മാർഗങ്ങളിലൂടെ സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ്. അംഗീകാരങ്ങൾ തേടി വരുന്നതാണ്. വിവാഹ തടസ്സമൊക്കെ നേരിട്ടവർക്ക് വിവാഹം നടക്കാനുള്ള സാധ്യതയുണ്ട്. പൊതുവിൽ സമാധാനവും സന്തോഷവും സംതൃപ്തിയും ഒക്കെ വന്നു ചേരുന്ന ഒരു 137 ദിവസങ്ങളാണ് ശനിയുടെ വക്രഗതി മൂലം മിഥുനൻ രാശിക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത്. മിഥുനൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. കണ്ടകശനിയിലൂടെ കടന്നു പോകുന്ന അടുത്ത രാശി കന്നി രാശിയാണ്. കന്നി രാശിക്കാരെ സംബന്ധിച്ച് 7ലാണ് ശനിയുടെ സ്ഥാനം. 7 പറഞ്ഞു കഴിഞ്ഞാൽ ദാമ്പത്യ സ്ഥാനമാണ്. ദാമ്പത്യ സ്ഥാനത്തിലൂടെ അല്ലെങ്കിൽ ആ രാശിയിലൂടെയാണ് ശനി കടന്നു പോകുന്നത്. ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, അത്തം, ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യ 2 പാദം എന്നീ നക്ഷത്രങ്ങളാണ് കന്നിരാശിയിൽ വരുന്നത്. അപ്പോൾ കന്നിരാശിക്കാരെ സംബന്ധിച്ച് ദാമ്പത്യപരമായിട്ട് വളരെയധികം പ്രയാസങ്ങൾ ഈ രാശിക്കാർ പ്രധാനമായിട്ടും നേരിട്ടുകൊണ്ടിരുന്നു. ദാമ്പത്യപരമായിട്ടെന്ന് മാത്രമല്ല, തൊഴിൽപരമായിട്ടുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങൾ, അലസത,
മടി, ഇതൊക്കെ ഈ രാശിക്കാർ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവരെ സംബന്ധിച്ച് ഇവർ നടത്തിക്കൊണ്ടിരുന്ന വീട് പണിയൊക്കെ തടസ്സപ്പെട്ടിട്ടുണ്ട്. പലതരത്തിലും കുടുംബത്തിൽ അസ്വസ്ഥതകൾ, കലഹങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, ആർക്കെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം മനസ്സമാധാനക്കുറവ്, മാതൃക്ലേശമെല്ലാം ഈ രാശിക്കാർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ശനിയുടെ വക്രഗതി തീർച്ചയായിട്ടും ദാമ്പത്യപരമായിട്ട് ഇവർ ഏതെല്ലാം പ്രതിസന്ധികളാണോ നേരിട്ടുകൊണ്ടിരുന്നത്, ചിലരൊക്കെ ഒരു ഡൈവോഴ്സിൻ്റെ, വിവാഹമോചനത്തിൻ്റെ വക്കിൽ വരെ, അല്ലെങ്കിൽ രണ്ടുപേരും രണ്ട് സ്ഥലത്തായിട്ട് ദമ്പതിമാർ താമസിക്കുന്നവർക്കൊക്കെ അതെല്ലാം മാറി സമാധാനമായിട്ടുള്ളൊരു കുടുംബജീവിതം വന്നു ചേരുന്നതിനും തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധിയും അംഗീകാരവും മേലധികാരികളുടെ പ്രീതിയും ഒക്കെ ലഭിക്കാനും ഒക്കെ സാഹചര്യമുള്ള സമയമാണ്. അതോടൊപ്പം തന്നെ വിവാഹം തടസ്സം നേരിട്ട് കൊണ്ടിരുന്നവർക്ക് ആ തടസ്സങ്ങൾ മാറി വിവാഹം നടക്കുന്നതാണ്. വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും. വിദേശത്ത് വിദ്യാഭ്യാസം നടത്താൻ ആഗ്രഹിക്കുന്നവർക്കും തടസ്സങ്ങളൊക്കെ നീങ്ങി അത് സാധിച്ചു കിട്ടുന്നതാണ്. കലാകാരന്മാർ, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുമെല്ലാം പൊതുവിൽ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ശനിയുടെ വക്രഗതി മൂലം കന്നിരാശിക്കാർക്ക് ഭവിക്കാൻ പോകുന്നത്. കന്നിരാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. കണ്ടകശനി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അടുത്ത രാശി എന്ന് പറയുന്നത് ധനുരാശിയാണ്. ധനുരാശിയിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ്. ഈ രാശിക്കാരെ സംബന്ധിച്ച് 4-ലാണ് ശനിയുടെ സ്ഥാനം. അപ്പം 4-ൽ ശനി സഞ്ചരിക്കുമ്പോൾ അർദ്ധാഷ്ടമ ശനി എന്നുകൂടി അതിനറിയപ്പെടും. വളരെയധികം ദുരിതങ്ങൾ, 4 പറഞ്ഞാൽ സുഖമാതൃഭാവമാണ്. പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും മനസ്സമാധാനക്കുറവും ദുരിതങ്ങളും കുടുംബത്തിൽ കലഹങ്ങളും ഒക്കെ വളരെയധികം അനുഭവിച്ച് പോരുന്ന ഒരു രാശിക്കാരാണ് ധനുരാശിക്കാർ. തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങളുണ്ട്, സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ, അതായത് വരവിനേക്കാൾ കൂടുതൽ ചെലവ്, പണം പല കാര്യങ്ങൾക്കായിട്ട്, അതായത് ആവശ്യമില്ലാത്തതെന്ന് തോന്നുന്ന അല്ലെങ്കിൽ അത്യാവശ്യമല്ലാതെ അപ്രതീക്ഷിതമായിട്ട് വളരെയധികം ചെലവുകൾ വന്നു ചേരുന്ന സമയമാണ്. കുടുംബത്തിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ പലതരത്തിലുള്ള വഴക്കുകൾ, ഗൃഹം മാറി താമസിക്കേണ്ട സാഹചര്യങ്ങൾ, വീട് പണി തടസ്സപ്പെട്ട് കിടക്കുക, വാഹന സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരുന്ന ഈ രാശിക്കാർക്ക് അതിൽ നിന്നെല്ലാം ഒരു മോചനം കിട്ടാനും പ്രത്യേകിച്ച് മാതൃഗുണം അനുഭവിക്കാൻ യോഗമുള്ള ഒരു സമയമാണ്. മാതാവ് വഴി ധനസഹായം കൂടുതലായിട്ട് വന്നു ചേരാം. കുടുംബത്തിൽ സമാധാനമുണ്ടാകും. ഏതെല്ലാം തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണോ ഈ സമയത്ത് കുടുംബാംഗങ്ങളും നമ്മളും അനുഭവിച്ചു കൊണ്ടിരുന്നതെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറി മികച്ച ആരോഗ്യം നിലനിർത്താൻ കഴിയുന്ന ഒരു സമയം ആണ് വരുന്നത്. തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ നീങ്ങി നല്ല തൊഴിൽ ലഭിക്കുന്നതാണ്. അതേകൂട്ട് ഗൃഹനിർമ്മാണമൊക്കെ തടസ്സപ്പെട്ട് കിടന്നിരുന്നവർക്ക് അതെല്ലാം പൂർത്തീകരിക്കാൻ കഴിയും. വാഹനം മാറ്റി വാങ്ങാനോ പുതിയ വാഹനം സ്വന്തമാക്കാനോ ഒക്കെ കഴിയുന്ന സമയമാണ്. വസ്തുവകകളുമൊക്കെ അധീനതയിൽ വന്നു ചേരാവുന്ന ഒരു സമയമാണ്. ഏതെല്ലാം തരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെയാണ് അനുഭവിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ അതെല്ലാം മാറി സമാധാനവും സന്തോഷവും സൽകീർത്തിയും വന്നു ചേരുന്ന ഒരു സമയമാണ് ധനുരാശിക്കാർക്ക് സംഭവ്യമാകാൻ പോകുന്നത്. ധനുരാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. ഇനി ശനിദോഷം അനുഭവിക്കുന്നത്, അഷ്ടമശനി ദോഷം അനുഭവിക്കുന്ന ഒരു രാശിയാണ്. അത് ചിങ്ങൻ രാശിയാണ്. ചിങ്ങൻ രാശിയിൽ വരുന്നത് മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ്. ഈ രാശിക്കാരെ സംബന്ധിച്ച് അവർക്കിപ്പോൾ അഷ്ടമശനി, 8-ൽ ശനി സഞ്ചരിക്കുന്ന കാലമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനു മുമ്പ് ഇവർക്ക് കണ്ടക ശനിയായിരുന്നു, 7-ൽ ശനിയായിരുന്നു. അപ്പം ഒരു 3-3.5 വർഷം കൊണ്ട് വളരെയധികം പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് 8-ൽ നിൽക്കുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ വളരെയധികം അനുഭവിക്കേണ്ടി വരും. മനക്ലേശങ്ങൾ ധാരാളം ഉണ്ടാകും. അപമാനങ്ങൾ, അപകീർത്തികളൊക്കെ അനുഭവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ്
ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള അതായത് ധനവരവ് വേണ്ട രീതിയിൽ വന്നു ചേരാത്തത് മൂലം കടം വാങ്ങേണ്ട അവസ്ഥകൾ, ഈ കടം വാങ്ങിയാലും കൃത്യമായിട്ട് തിരിച്ചടക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, ബന്ധുജന വിരോധങ്ങൾ, എല്ലാ തരത്തിലും പ്രതിസന്ധികൾ, ബിസിനസ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുന്ന ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അവരുടെ പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങളെല്ലാം മാറി മികച്ച ആരോഗ്യം നിലനിർത്താൻ കഴിയുന്നതാണ്. തൊഴിൽപരമായിട്ട് നല്ല നേട്ടങ്ങളിലേക്ക് പ്രവേശിക്കുന്നതാണ്. സമൂഹത്തിൽ അംഗീകാരങ്ങൾ തേടി വരുന്നതാണ്. ഏത് കർമ്മരംഗത്ത് പ്രവർത്തിച്ചാലും അതിനകത്തൊക്കെ വിജയം കണ്ടെത്താൻ കഴിയും. പുതിയ കർമ്മ മേഖലയിലേക്ക് കടക്കാനും വളരെ അനുകൂല സ്ഥിതിയാണ്. തടസ്സപ്പെട്ടു കിടന്നിരുന്ന പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇതിനു മുമ്പ് പലതരത്തിലുള്ള വാഹനാപകടം, പലതരത്തിലുള്ള അപകടങ്ങളൊക്കെ നേരിട്ട് ചികിത്സയിലിരുന്നവർക്കൊക്കെ അതിൽ നിന്നെല്ലാം ഒരു മോചനം കിട്ടി സമാധാനവും സന്തോഷവും സൽകീർത്തിയും സമ്പത്തും ഒക്കെ വന്നു ചേരുന്ന ഒരു കാലയളവാണ് ജൂലൈ 27 മുതൽ ഡിസംബർ 11 വരെയുള്ള 137 ദിവസക്കാലം ചിങ്ങൻ രാശിക്കാർക്ക് വരാൻ പോകുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ശനിയുടെ വക്രഗതി മൂലം ശനിദോഷം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന 7 രാശിക്കാർക്ക് ആ വക്രഗതിയെല്ലാം മാറി അവർക്ക് വരാൻ പോകുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിച്ചത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ ഇത് ഗോചരാലുള്ള ഫലങ്ങളാണ്. നിങ്ങൾക്കിപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദശാകാലം നല്ല ദശാകാലവും ശുഭഗ്രഹങ്ങളുടെ അപഹാരകാലവും ഒക്കെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ ഗുണാനുഭവങ്ങൾ കൂടുതലായിട്ട് അനുഭവത്തിൽ വരുന്നതും ആയിരിക്കും. നിങ്ങൾക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.